ഡ്രീംസ് ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സന്ദർശിക്കാനായിട്ടാണ് പോകുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം. 80 അടി ഉയരത്തുനിന്ന് താഴേക്ക് പതിക്കുന്ന വിസ്മയകരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്ന്. നിരവധി മലയാളം, തമിഴ്, ബോളിവുഡ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത് ഒരു ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ അതിരപ്പള്ളി. ബാഹുബലി സിനിമയൊക്കെ നമ്മൾ കണ്ടിരിക്കും. അതൊക്കെ പല ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്ത് അതിരപ്പള്ളിയിലാണ്. നമ്മൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ചാലക്കുടി വഴി നമുക്ക് അതിരപ്പള്ളിയിലേക്ക് എത്തും. 8 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് വരുന്നതായിരിക്കും ഒന്നുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ല ടൈമിംഗ് എന്ന് പറയുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. 50 രൂപയാണ് മുതിർന്നവർക്ക് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്ത് എൻട്രൻസ് കയറി അകത്തേക്ക് നമ്മൾ കുറേ ദൂരം നടക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കല്ലുകൾ പാകിയിട്ടുണ്ട്. കല്ലും സെൻറ്ററിലൂടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ നടന്ന് താഴേക്ക് ചെല്ലുന്നത് ഡാമിൻ്റെ മുകൾ ഭാഗത്തുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ ഇങ്ങനെ നടന്ന് ചെല്ലുന്നത്. വളരെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടുന്നത്. വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നുള്ള കുറേ ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ മാർച്ചിലാണ് വന്നത്. അപ്പോൾ ഈ ഇലകളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കുന്നൊരു സമയമായിരുന്നു. വെള്ളവും കുറവായിരുന്നു. അവിടെ ആ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ കുറേ താഴോട്ട് നടന്നു പോകാനായിട്ടുണ്ട്. മഴക്കാലത്ത് ഈ വഴി വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം സ്ലിപ്പാകാനുള്ള ചാൻസസ് കൂടുതലാണ്. കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുക. കുട്ടികൾക്ക് താഴേക്ക് ഒരു 1 കിലോമീറ്റർ കൂടുതൽ നടന്ന് ഇറങ്ങി താഴ്ചയിലേക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് നമ്മൾ എത്തിച്ചേരത്തുള്ളൂ. അപ്പോൾ കുട്ടികൾ താഴോട്ട് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ താഴോട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ തിരിച്ച് കയറി വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിരപ്പള്ളി തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത്രയ്ക്ക് മനോഹരമാണ് അവിടുത്തെ ഓരോ ദൃശ്യങ്ങളും. നമുക്ക് അവിടുന്ന് തിരിച്ചു പോരാനേ തോന്നത്തില്ല. അതുപോലെ മനോഹരമാണ് അവിടുത്തെ ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിലും കുറേ സ്പോട്ടുണ്ട്. നമുക്ക് നല്ല ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനുള്ള നിരവധി ആൾക്കാരാണ്. ടൂറിസ്റ്റ്, തമിഴൻസും ഫോറിനേഴ്സും തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരൊക്കെ നിരവധി ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ താമസിക്കാനായിട്ട് പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് മാത്രം വരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വഴുക്കലുള്ള ഉരുണ്ട വളരെ മിനുസമുള്ള പാറകളും ഇറങ്ങി വരുന്ന വഴിയൊക്കെ ആണെങ്കിലും വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. ബാക്കി മുതിർന്നവർക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ സൗന്ദര്യമുള്ള കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിരപ്പള്ളി.